എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേണ്ട ചിക്കൻ കപ്പ. സന്യക്ക് പൊക്കം മേലാത്ത കപ്പയാണ്. 2 കപ്പ മേടിച്ചപ്പോ തന്നെ വെയിറ്റായി. അപ്പൊ ഇന്ന് ഞങ്ങള് കപ്പയും ചിക്കനും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ടായിരുന്നു, കപ്പയും ബീഫും കൂടി ചെയ്യണമെന്നും പറഞ്ഞു. അപ്പൊ ബീഫ് കിട്ടിയില്ലേ ഇവർ ചെന്നപ്പോ? അതെ അതെ ചിക്കനാ കിട്ടിയത്. അപ്പം ചിക്കനും കപ്പയും പിടിക്കാം. അതെ അതെ. അപ്പൊ ചെയ്തേക്കാം. ഓക്കെ. അമ്മ എന്നാ അടിക്കാനമ്മ? ഞാൻ പയറ് തോരൻ വെക്കാൻ വേണ്ടി അടുപ്പല്ലേ? പയറ് ഞങ്ങളിത് കപ്പയും ചിക്കനും ചെയ്യാൻ പോയിരുന്നു കേട്ടാ. അപ്പൊ ഞങ്ങക്ക് ഈ അടപ്പ് തന്നെ കേട്ടാ. തരാം, ഇപ്പൊ തന്നെ നന്നാക്കാം. ശരണി അങ്ങോട്ട് വരുമ്പോ അടപ്പ് തരും. അതുപോലെ ഓക്കെ. ഇന്ന് ശരണ്യ തന്നെയാണല്ലോ അരിയണത്. അതെന്നാ പറ്റി? അച്ഛനെ വിളിക്കെന്ന് പറഞ്ഞ നിങ്ങൾക്കെല്ലാം പരാതിയല്ലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അരിയാന് തീരുമാനിച്ചു. എനിക്കല്ല പരാതി, അച്ഛന് പണി കൊടുക്കണം. അതിന് ഞാൻ തന്നെ അരിയാൻ തീരുമാനിച്ചു. അച്ഛനെ വിളിക്കുന്നില്ല? ഇല്ല, അച്ഛൻ അവിടെ വലിയ പണിയില്ല, തിരക്കിലാണ്, പാക്കിങ്ങിലൊക്കെയാണ് അല്ലേ? അമ്മ തോരൻ വെച്ചോണ്ടിരിക്കല്ലേ. അമ്മ വേഗം ഈ അടപ്പ് ഞങ്ങൾക്കായിട്ട് തരിക. തോരൻ റെഡിയായല്ലേ? ഇന്ന് വെയിലുണ്ടല്ലേ ശരണ്യ? അതാണ് ഇന്ന് ഇത്രയും താമസിച്ചത്. എല്ലായിടത്തും നല്ല വെയിലായിരിക്കണേ അല്ലേ? ഇന്നലെ അല്ലേ? ഇന്ന് വെയിലായിരിക്കും. ആ സവോള പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചണ്ട, അങ്ങോട്ട് ചെയ്താ പോരെ? സവോള തന്നെയല്ലേ ശരണ്യ ഇതേ വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ശരണ്യ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ചിക്കൻ എടുത്ത് കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ആക്കി വെയ്, എന്നിട്ട് സവോള അരി. അല്ലെങ്കിലുണ്ടല്ല ചിക്കൻ അങ്ങനെ വെച്ചേക്കരുതെന്നാ പറയാ. അപ്പൊ അതെ, ഞാനും കൂടി ഒന്ന് സഹായിച്ചേക്കല്ലാന്ന് ഓർത്ത്. കാരണം ഒറ്റക്ക് കിടന്ന് ചെയ്യണ്ടേ, അച്ഛനെ വിളിക്കുന്നില്ലെന്നും പറഞ്ഞാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ ഈ കപ്പ ഞാൻ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കൊടുത്തേക്കാം. എന്ത് കാര്യമായിപ്പോ എന്നറിയോ? ഞാൻ അതാണ് സഹായിക്കല്ലാത്ത പോലെയാണ്. ഇത് കരയണം. അപ്പൊ ഒന്ന് എന്തിനാ കരയണത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും എന്നാ ഞാനിത് തൊലിയൊക്കെ പൊളിച്ചു കൊടുക്കട്ടെ. ശരി, അപ്പൊ ചാതിങ്ങോട്ട് തന്നെ ഈ ചിക്കൻ ഇവിടെ നിന്ന് ഇച്ചിരി മാറ്റി വെച്ചേക്കട്ടെ, അല്ലെങ്കിൽ ഈ കപ്പയുടെ ഇവിടെ വീഴും. ഇവിടെ വെച്ചേക്കാം. ഇതിന്റെ അത് തന്നെയാണ് ശരി വെച്ചിരിക്കുന്നത്. കഴുകാനുള്ളത്. എന്നാ ചീഞ്ഞ സവോള നടുക്കിരുന്നേ അത് കളഞ്ഞു. പിന്നെ ആ കത്തി ഇങ്ങോട്ട് കത്തി പോലും എടുത്തു തരികയാണ്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ അരിഞ്ഞോണ്ടിരിക്കുമ്പോ വേറെ കത്തി കൊടുത്ത് എന്റെ കൈ ചീത്തയാണ്. അതുകൊണ്ടാ ശരണ്യ, ഞാനിത് ഇവിടെ പൊളിച്ചിടാനാണ്. ഇവിടെ വൃത്തികേടായെന്ന് പറയരുത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ മൊത്തം കപ്പയുടെ തൊലിയിട്ടെന്ന് പറയും. അതല്ലേ ഞാൻ പറയുക. എനിക്ക് ഇത് പിടിച്ച് വളഞ്ഞ കപ്പയുണ്ടേ. അച്ഛൻ ചുമ്മാ നിൽക്കണേ. ഒന്ന് ഈ കപ്പ ശരണ്യ അച്ഛനെ വിളിക്കണില്ലെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കും. എനിക്ക് എന്റെ അച്ഛനോട് ഭയങ്കര കാര്യമാണ്. കാര്യന്നൊക്കെ മനസ്സിലായി. കപ്പ പൊളിച്ചേരാ എനിക്കിത് മനസ്സിലായി. ഈ കടയൊക്കെ നിന്റെ കൈ ഇരുന്നോടെ കേട്ടാ. കൈ ഒതുങ്ങുന്നില്ല. ഇതിങ്ങനെ പിടിച്ചോണ്ട് വെട്ടാണ് പാടാണ്. നേരെ വെച്ച് എന്തെങ്കിലും വെച്ച് ആ താഴത്തോടെ പോരാലിയുണ്ട്. പോരാലി എടുത്തിട്ട് ഇതന്നെ മര. അച്ഛനാകുമ്പോ ശരണ്യ പറഞ്ഞേ, ശരണ്യ എപ്പോഴും പണി തന്നെ കൊണ്ട് അച്ഛനെ വിളിക്കുകയല്ലോ. ശരിയല്ല. പിന്നെ എപ്പോഴും അവളെ വിളിച്ച് അവള് വെറുത്ത് അവക്കും മനസ്സിലായി.
ഇത് നീ എന്നെ കിട്ടിയാണ്. അല്ല അച്ഛനെ വിളിക്കുമ്പോ അച്ഛൻ ചിലപ്പോ വരത്തില്ല. അപ്പൊ ഞാൻ നാളെ കെട്ട് പോകത്തില്ല. ഞാൻ വിളിച്ചു വരുത്തിയ. അല്ല സ്വയം ബോധം ഇപ്പൊ അടുത്ത ആള് ഉറങ്ങിയിരിക്കേ. അല്ല ഇതെനിക്ക് കൈ താങ്ങാൻ പറ്റിയത്. ഇത് പിടിച്ചോണ്ട് വെട്ടാൻ. വലിയ അല്ല എത്ര വയസ്സുണ്ട്? അല്ല വയസ്സിന്റെ അല്ലല്ലേ. വലിയ ആള് കളിച്ച് പറഞ്ഞ് ഞാൻ വെട്ടിക്കൊള്ളാൻ കപ്പയില് എടുത്തു. കയ്യില് പോയി. അല്ല കയ്യിന്ന് പോയത്. അപ്പൊ ഞാൻ ഇന്നിപ്പോ സഹായിച്ചു തരാം. കാര്യം നീ അത് എനിക്ക് പറഞ്ഞില്ലേ മകനായി പോയില്ലേ. ഈ കപ്പ വേണമെങ്കിൽ എടുത്താ മതി. അതിന്റെ ആവശ്യം വരികയല്ല. അത്രയും തന്നെ കൂടുതലാണ്. നീ തന്നെ തിന്ന് തീർത്തോ? അപ്പൊ ഇതെന്താ മാറ്റിക്കേ തന്നെ? അല്ല അതെനിക്ക് കപ്പ അരിയാനായാലും അച്ഛനെ അത് മാറ്റി ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ മുറിക്കേ? അന്ന് എളുപ്പം അരി മതി. കൈ അരിയരുത്. ഞാൻ അരിച്ചു തരാം. പടയാണ് ഇതുകൂടി. അരിയട്ടെ. ഈ ഇഞ്ചി മൊത്തം ഞാനാണ് കേട്ടോ അരിഞ്ഞത്. എന്തിനാടാ അങ്ങനെ വന്നു? അവൾ ഇച്ചിരി അരിഞ്ഞെങ്കിൽ പറയാം. ഇത് കൈയൊന്നും അരിയാലും കേട്ടാ. ഇങ്ങനെയാണോ ചതക്കാൻ എടുക്കണം? ഇത് പിന്നെ എന്തിനാ മതി? എല്ലാം ഇഞ്ചി എന്തിനാണ് ഒത്തിരി? അപ്പൊ ഇന്ന് കപ്പയും ചിക്കനും ഇച്ചിരി മറ്റേ ഈ പച്ചമുളകൊക്കെ അരച്ച എണ്ണയൊക്കെ ഇട്ട് അല്ലേ? ഞാൻ ഏതായാലും തന്നെ ഓടിക്കോ. പറഞ്ഞത് ശരിയാണ്. ഇത്തിരി തടിയൊക്കെ ഉണ്ട്. ഇത് തടിയാണ്. അപ്പൊക്കെ പറ്റിച്ചു കേട്ടാ. ഇത് കണ്ട ഇനിയിപ്പോ ഇത് മുറിക്കണല്ലേ? ഞാൻ പിടിച്ചു തരാം. ആ ഒരു സഹായം ചെയ്ത ഇത്രയും പാട് ഞാൻ ചെയ്യേണ്ടത്. എന്ത് പാടാണ് അച്ഛനെ തന്നെ വെട്ടിമുറിക്കാൻ പാടി. പിച്ചാത്തി മാറിപ്പോയി. ഈ പിച്ചാത്തി ഇന്ന് ഈ അച്ഛന് വരെ പാടാണ്. ചക്ക മുറിച്ചപ്പോ ഇത്രയും പാട് പറ്റില്ല. ആ ഒരു കപ്പ ഇന്നാ ഈ പിച്ചാത്തി എന്റെ പിച്ചാത്തി കൊടുത്തേക്കല്ല. ഇത്രയും തടിയായിപ്പോയി. ഇത് നമുക്ക് കപ്പവറൊക്കെ അടിപൊളിയാണല്ലേ? നല്ല വലിയ കപ്പവറ കിട്ടും. സൂപ്പർ കപ്പവറ. ഇങ്ങനെ ഈ വട്ടത്തിൽ അതെ 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 കണ്ടോ? തീർന്നല്ലേ? ആ കപ്പ പൊളിക്കാം. ഒരു പാത്രം കൂടി തന്നെ. അമ്മ എന്നെ അടിക്കരുത്. അമ്മ ഇങ്ങോട്ട് വന്നേ. ഒരു പാത്രം എടുത്തിട്ട് വന്നേ. അമ്മ പെണ്ണുകളെ നിൽക്കുന്ന പോലെ അമ്മ തോരൻ മാത്രം വെച്ചു. അമ്മ അങ്ങോട്ട് മുങ്ങി. അടപ്പ് തന്നെന്ന് സവോള നല്ല വക്കായിട്ട് ശരണ്യ അരിഞ്ഞെടുത്ത് കേട്ടോ. സവോള അരിഞ്ഞ് കിട്ടി. ഞാൻ മുങ്ങിയതല്ല. പിന്നെ ഞാൻ അപ്പുറത്ത് പോയി. ചിക്കൻ കഴുകിക്കേ ശരണ്യ. അച്ഛൻ അങ്ങോട്ട് മാറ്റി വെച്ചില്ലേ? അപ്പൊ ശരണ്യ ചിക്കൻ ഞാൻ പൊളിച്ചെടുക്കാൻ. ഇപ്പൊ എല്ലാരും ഞങ്ങള് 4 പേരും കൂടിയാണ് ഇപ്പൊ പാചകം ചെയ്തത്. അമ്മ എന്തിനാണ് ഓടിക്കളഞ്ഞത്? ചെറിയൊരു നാണമുണ്ട്. നമുക്കൊരു ചെറിയൊരു നാണക്കുണ്ട്. നമുക്ക് എന്തോ ഒരു പേടി. പിന്നെ ശരിയല്ലേ? എനിക്കൊരു പേടിയില്ല. ആൾക്കാർക്കണത് പേടിക്കണത്. അല്ല ഇന്നലെ സാറിന്റെയൊക്കെ പേടി. പിന്നെ ഇന്നൊരു പിണക്കമുണ്ട് അമ്മക്ക്. ഇന്ന് ഞാൻ ഒന്ന് പിണങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല. ഷുഗർ ഇന്ന് ചെക്ക് ചെയ്തപ്പോ 162. 110 നിന്നേച്ചതാണ്. എന്താണെന്നറിയാവോ? ഞാൻ ഗുളിക മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ ഗുളിക കഴിക്കണില്ല. ഗുളിക കഴിക്കാതെ ഇതിന്റെ അകത്ത് തന്നെ ഇരുന്നു. ഇന്ന് ചെക്ക് ചെയ്തപ്പോഴുണ്ടല്ല 162. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഗുളിക മേടിച്ച് തന്നിട്ട് ഇവിടെ തലക്കി വെച്ച് കിടന്നുറങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അതാണ് അതിന്റെ ഒരു പിണക്കം ഉണ്ടമ്മ. അതേ മുഖം കാണുമ്പോ അറിയാം. എന്റെ വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലേ? അല്ലാതെ ഞങ്ങള് വലിയ പിണക്കൊന്നും ഇല്ല കേട്ടോ. അല്ലേ അമ്മ? പിണക്കമുണ്ടോ അമ്മക്ക്? എനിക്ക് പിണക്കൊന്നുമില്ല. മുഖത്തോക്കി പറഞ്ഞു. എനിക്ക് ആരോടും പിണക്കമില്ല. അവർക്ക് നമ്മളെ വീട്ടിൽ ഭയങ്കര മകളാണ്. ഷുഗറൊക്കെ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. അല്ല നമ്മള് മരുന്ന് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു.
ഞാൻ മറന്നു കഴിക്കണുണ്ട്. എവിടെ കഴിക്കുന്നു? ഷുഗറിന്റെ ഒറ്റെണ്ണവും കഴിച്ചില്ല. മേടിച്ചോണ്ട് വന്നത് ആ പാത്രത്തിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായി. സൈസ് വെറുതെ കഴിക്കും. ഇവിടെ എല്ലാവർക്കും മരുന്ന് പാത്രമുള്ളൂ വേറെ അത്രക്കും. ശരണ്യക്ക് തുള്ളി മരുന്നാണ് കണ്ണിലൊഴിക്കാൻ. ഇന്നലെ കണ്ണ് കൊണ്ടുപോയി കാണിച്ചായിരുന്നു. കണ്ണ് വേദനയായിട്ട് ചുമപ്പ് വന്നിട്ട് ഒന്നും പറയണ്ട. എന്നിട്ട് ഞങ്ങൾക്കിട്ട് താങ്ങാൻ പോയി അല്ലേ ശരണ്യ? പൊടിച്ച് വെച്ച് അരിവാ. ആരാണോ നമ്മ തന്നെ എനിക്ക് അത് അറിയാൻ ഈ കുഞ്ഞ് കത്തിക്കണ്ടെങ്കിൽ എനിക്ക് കപ്പ വേണ്ടാ, ഞാൻ കപ്പ തിന്നാറില്ല. അല്ല ഇവന് കപ്പയോ കുഴക്കാൻ ഇതിന്റെ ഇതിന്റെ ഊത്തത്. ഇത് വേണം കഴുകാൻ. അത് ഞാൻ മുറത്തിൽ ശരണ്യേ, കണ്ട രണ്ടുപേരും ആക്റ്റീവായിട്ട് നിന്നാണ് ചെയ്യണം. പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണം? മടിച്ചു നിൽക്കുക, ഒഴിഞ്ഞു മാറി മാറി നിൽക്കുക. ആര് ഞാൻ എന്നാ ചെയ്യാനാണ്? അവരെല്ലാരും ചെയ്യണുണ്ട്. അമ്മ ഞാൻ ചെയ്യാമെന്ന് അത് ഞാൻ ചെയ്യുന്നതിൽ കൂടുതൽ എനിക്ക് ഒന്നാമത്തെ കാര്യം അറിയാൻ പറ്റില്ല കേട്ടോ. ഈ കപ്പയൊക്കെ അരിയാനായിട്ട് നല്ല സൂപ്പറായിട്ട് പാത്രം കിട്ടി. അതെങ്കിലും അംഗീകരിച്ചല്ല. അപ്പൊക്കെ ഞാൻ നന്നായിട്ട് അറിയാം. തന്നെത്താനെ നോക്കിക്കൊണ്ടിരിക്കുക. തന്നെ സവോള അരിച്ചിട്ട് ഇതുവരെ നിലവിളി നിർത്തിയില്ലേ? അത് കണ്ണിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അരിയണെങ്കിലും കപ്പ എനിക്ക് വേണം. രണ്ട് ചിക്കൻ മേടിച്ചല്ലേ നമ്മള്? നമ്മൾ 2 ചെക്ക് 4 കാലുണ്ട്. ഒരു കോഴിക്ക് 4 കാല. ഒരു കഴിക്കാൻ നാല് കാലുള്ള കോഴി. രണ്ട് ചിക്കൻ മേടിച്ചപ്പോ 4 കാല് കിട്ടി. അങ്ങനെ സാറിന് അങ്ങനെയാണ് പറഞ്ഞത്. 4 കാലുണ്ടെന്ന് പറഞ്ഞു. ആർക്കാണ് കോഴിക്ക്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് മനസ്സിലായില്ല. അങ്ങോട്ടാണ് ചോദിച്ചത്. അമ്മേനെ പൊക്കിയല്ലേ സാറിനെ പറഞ്ഞതിന് മാത്രമേ. 4 കാലുണ്ട് സുഖമല്ല. 2 കോഴിനെ മേടിച്ച 8 കാല് കിട്ടി. അത് മാത്രം മതി ചിക്കൻ വയ്ക്കാൻ. എനിക്ക് തമാശന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അത് ചാനൽ പറഞ്ഞതിന് തെറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ 2 ചിക്കൻ മേടിച്ചെന്ന്. അങ്ങനെ പറഞ്ഞില്ല. ഇല്ല അല്ല ശരണ്യ പറഞ്ഞ 4 കാലുണ്ടെന്നാ പറഞ്ഞത്. ഇല്ല 2 ചിക്കന് 4 കാലുണ്ടെന്നാണ് ശരണ്യ പറഞ്ഞത്. അങ്ങനെ നീ വാരിക്ക് തടിയൊന്നും വേണ്ട. നീ കേട്ടോ? 2 ചിക്കൻ മേടിച്ചപ്പോ 4 കാലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആരാണ്? ഞാനാണ് അത് ശരിയാക്കി ചിലപ്പോ ചാനലിലേക്ക് സൈഡ് കഴിക്കുവായിരുന്നു. ഏതായാലും ഇന്ന് വെയിലാണ് കേട്ടാ. എത്ര ദിവസം കൂടിയാണ് ഇന്ന് നല്ല അടിപൊളിയായിട്ട് വെയിൽ. നല്ല വെയിൽ കിട്ടിയത്. നമ്മുടെ വണ്ടിന് പെയിന്റ് അടിച്ചു കിട്ടും. എനിക്ക് പോണം. തുണിയൊക്കെ കിടക്കണം. ഞാൻ പോകും. തുണിയൊക്കെ ഇപ്പൊ കഴുകിയിട്ടില്ലേ? തുണി നനച്ചിട്ട് ഞാൻ ഉണക്കിയെടുക്കണ്ടേ? ഉണക്കി വിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഞാൻ കേറി വന്നു. ഉണങ്ങിയ തുണി എടുത്തോണ്ട് പോകാനായി പറയുന്നത്. എടുത്തോണ്ട് പോരെ. അത് എടുക്കാനെങ്കിലും ഒരു ആലയം വേണ്ട. അതെ ഇനി ചരിഞ്ഞ വെയിൽ കൊണ്ടിട്ട് പിന്നെ ഇനി കണ്ണ് ചുവന്ന് ഒന്ന് പറയണ്ട. അപ്പൊ വെയിൽ കൊള്ളാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. വെയിൽ കൊള്ളണമെങ്കിൽ പോയി എടുത്തോ. നല്ല കാര്യം. വെയിൽ കണ്ണിന് മേലാത്തതാണ് വെയിൽ കൊള്ളത്. കഴുകി തീർന്നോ ശരണ്യ? ഒരു കഴിക്കൂടി ഇനിയും കഴുകണം. ശരണ കപ്പൊക്കെ അഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ 2 കാര്യങ്ങളും കൂടി കേട്ടോ. ഷിജു ശരണയും കൂടി ചെയ്യുക. ഇറച്ചി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എല്ലാം സെറ്റാണ്. ശരണ്യാണ് പാചകം. ശരണയാണ് ഇന്നത്തെ പാചകം. അപ്പൊ അമ്മേനെ മാറ്റിക്കളഞ്ഞു. അല്ല അമ്മയുണ്ട്. ചിക്കൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന ശരണ തന്നെ ചെയ്യട്ടെ. കാരണം ഇന്ന് നമുക്ക് അമ്മച്ചി റെസ്റ്റ് എടുക്കട്ടെ. അതല്ലേ നല്ലത്. എന്ന് വെച്ചാൽ എന്നും പറയാ ചുമ്മാതിരിക്കുമല്ലേ. അല്ലല്ലോ ഞാനതല്ലേ പറഞ്ഞു. അല്ല ഒരു ഞായറാഴ്ച വരുമ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ റെസ്റ്റ് തരണ്ട. അല്ല ലീവ് ഉച്ചകഴിഞ്ഞ് തരാം. നമുക്ക്
മകൾക്ക് ഉച്ചകഴിഞ്ഞ് ലീവ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പണിയൊക്കെ ചെയ്ത് നമുക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ശരണ്യ അമ്മയും കൂടി പാചകം ചെയ്യുക. എന്നാലും അമ്മേനെ നീ ഇത് വെറുതെ ഇരുത്തിയത്. നീ ഞാനവിടെ ഇതിൽ എന്നെയും വെറുതെ ഇരുത്താൻ ഞാൻ എത്ര പ്രാവശ്യമാണെന്ന് അറിയാം. എനിക്കവിടെ പണിയില്ല, ഞാനവിടെ പണിയല്ലായിരുന്നു. അല്ലേ സമയത്താകണ്ടേ, എല്ലാം ഒരുപോലെ ആകണ്ടേ. ചില സമയത്താകേണ്ടത് സമയത്ത് ചെയ്താലും സമയത്താവുള്ളൂ ആഹാരം. അത് എന്താ നിങ്ങളെ കപ്പ ശുചി കപ്പ കഴിക്കും. ശരണ്യ ഇറച്ചി കഴിയുന്നുണ്ട്. എന്റെ കയ്യൊക്കെ നനയട്ടടാ, നനയട്ടെ. ചേട്ടനെ തിരിഞ്ഞു വെക്കോണ്ട് എനിക്ക് മനസ്സിലായി. ചേട്ടനെ വലിയ കാലൊക്കെ നോക്കി തിരിഞ്ഞു വെക്കണമെന്ന് നമ്പർ ഇട്ട് വെക്കണം. നാല് കാലം ഉണ്ടാക്കി പറ്റുമെന്ന് പറഞ്ഞു. ഈ കപ്പ ഇതിൽ ഈ കുഞ്ഞു പാത്രത്തിട്ട് എങ്ങനെ കഴുകി എടുക്കാനാ? ഒരു പാത്രത്ത് കൊടുത്ത് അവനെ കഴുകി വെക്കട്ടെ. അവൻ കഴുകാൻ തയ്യാറായപ്പോ നമ്മൾ എന്തിനാ മടിപ്പിക്കണം? എന്നെ കൊണ്ട് പണി ചെയ്യിക്കാൻ വേണ്ടി അച്ഛൻ എന്നാ പിന്നെ മകനെ ഇങ്ങനെയെങ്കിലും ഒരു ശരീരമൊക്കെ നനയാട്ടെ. അല്ലേ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറ്റണ്ടേ? അതെ, വലിയ പാത്രം കണ്ടേ എടുത്ത പാത്രം ശരണ്യക്ക്. ഇച്ചിരി കാര്യങ്ങളോട്ട് അപ്പുറത്ത് ഞാൻ ഇച്ചിരി പണി കണ്ട് ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാം, അല്ല എന്നെ വിളിക്കല്ലേ. വെള്ളം വെറുതെ പാഴാക്കരുത്. ഇപ്പൊ മഴക്കാലാണെന്ന് നല്ല വൃത്തി കഴിയിട്ടുണ്ട്. നീ വെള്ളം ഇല്ലാതെ കഴിയെടുക്കാം. ഞാനിവിടെ വാരിയിട്ടെ. രണ്ടുപേർ കൂടി വാരാൻ ചിക്കൻ മണക്കുക. കഷ്ണം വെച്ച് പിള്ളേർക്ക് വറക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. ശരി, വറുത്ത് കൊടുക്കാൻ പോണുണ്ട്. ആദിത്യനും അർച്ചനക്കും ശരണ്യക്കും ചിക്കൻ വറുത്തത് അല്ലേ? പിന്നെ 3 പേരെ ഒരുപോലെ നോക്കണ്ട. ചേച്ചിയുണ്ട് 4 പേര്. 4 പേർക്കും എടുത്തു. പിന്നെ അപ്പൊ അമ്മയുടെ മക്കളായ ഞങ്ങള് 2 പേര്. നിങ്ങൾ തന്നെയാണ്. ആര് ശരണ്യനെ പറഞ്ഞു? അല്ല, ഞാനും എന്റെ അണ്ണൻ. അണ്ണനിപ്പൊ സുഖമില്ലായിരിക്കും. അണ്ണനെ വേണ്ട. അല്ല, ഷിജുവിന് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഷിജു പറയുമോ എനിക്ക് എണ്ണമയൊന്നും വേണ്ടെന്ന് പറയും. അല്ല, ശരണ്യക്ക് വറുത്ത് വേണം, അർച്ചനക്ക് അച്ചുകുട്ടിക്ക് വറുത്ത് കൊടുക്കണം, ആദിത്യന് കൊടുക്കണം, ജ്യോതിയൊക്കെ കൊടുക്കണം. അല്ലേ 2 മക്കളായ ഞങ്ങൾക്ക് ഇല്ലത്. നിങ്ങൾ വലിയ പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരല്ലേ. അതുകൊണ്ട് വറുത്തതൊന്നും കഴിക്കല്ല കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളു കേട്ടാ. ഞാൻ വറുത്തതും ഇതൊന്നും കഴിക്കാറില്ല. ഷിജു മെഴുക്ക് വരട്ടിയാണേലും പിഴിഞ്ഞ് എണ്ണ കളഞ്ഞാണ് ഷിജു. എനിക്ക് മെഴുക്ക് വരട്ടിയ കഴിക്കാറില്ല ഞാൻ അങ്ങനെ. അല്ലാതെ എണ്ണ കളഞ്ഞ കഴിക്കും. എണ്ണ അത്ര പിഴിഞ്ഞ്. ഞാനാണെങ്കിൽ പെട്ടെന്ന് വാരി ഇട്ടേനെ. ഈ ശനി എന്നെ കൊണ്ട് പാലിപ്പിക്കുകയല്ല. എന്നിട്ട് പറയും ഞാൻ പണിയൊന്നും ചെയ്യായിരുന്നു. എനിക്ക് എടുത്തിവിടെ ജോലി ഞാൻ തന്നെ ചെയ്യണം. ഇത് മതിയോ അവർക്ക്? ശരിയല്ലേ, 2-3 കൂടി വറുക്കാൻ എടുത്തിട്ടേ എനിക്ക് വേണ്ട. അങ്ങനെ പറയാം. എന്തെങ്കിലും ഇടുവേ, എനിക്ക് കപ്പ ഇടേണ്ടത് വേഗം ആകട്ടെ. ഇത് ഞാൻ കപ്പ കഴുകാൻ എടുത്ത ഉരുളിയാണ്. എനിക്ക് പിന്നെ അത് ഉരുളിയെ തന്നിട്ടില്ല. മഞ്ഞപ്പൊടി. ഇന്ന് 2 പേരും കൂടിയുള്ള പാചകമാണ്. ഒരാൾ എണ്ണ ഒഴിക്കുന്ന, ഒരാൾ മസാലപ്പൊടി. എന്നാ പൊടിയാണ്? മസാലപ്പൊടിയാ, മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയാണ് ഇപ്പൊ ഇടാൻ പോണത്. മസാലപ്പൊടിയല്ലേ ഇട്ടത്? ശരണ്യ കൈയിട്ടിളക്കാൻ വന്നപ്പോ നേരത്തെ അമ്മ ഇളക്കിക്കോ. ഞാനൊക്കെ ആ കൈയേ എരിവ് ചിക്കൻ്റെ എരിയൊന്നും നമ്മളെ കയ്യെ കൊണ്ട്. മഞ്ഞപ്പൊടി മതിയോ? പൊടി എന്നാലും കൂടി മതി. ഉപ്പിട്ട് ചേർന്ന് ഇളക്കുക. ഉപ്പിട്ട് ഇളക്കി
പഠിപ്പിച്ചു കൊടുക്കണം എന്ത് ചെയ്യാനൊക്കെ. അമ്മയാണ് ശരണ്യനെ പഠിപ്പിച്ചത് എന്ന്. കുറച്ച് മസാല കുറച്ച് ഇത് ഞാൻ ഇനി എന്നാത്തി വെക്കും? വലിയൊരു പാത്രം തന്നിരുന്നെങ്കിൽ. ആ മതി 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 ഞാൻ പൊരിച്ച് വെക്കണം. അടപ്പ വെച്ചാൽ വേഗം പിന്നെ ഞാനൊന്നും ചെയ്തില്ലെന്ന് അപ്പൊ ഒരു ലക്ഷം തേങ്ങ കൂടി ഇടും. അത് തടിയാണമ്മ. അത് വെട്ടിയരിഞ്ഞിട്ട് തടി. കപ്പരിഞ്ഞാണ്ടോ ഇത്രയും വലിയ കപ്പയിട്ടാണ്. കപ്പ പുഴുങ്ങാനല്ല വേവിക്കാനാ. പക്ഷെ ഞങ്ങളുടെ അവിടെ എല്ലാം അരിയുന്ന എങ്ങനെ അറിയാമോ? ഇങ്ങനെ കപ്പ അരിയുന്നത് തീരെപ്പൊടിയായിട്ട്. ഇത് വെന്ത് കഴിയുമ്പോ ഉടച്ചാപ്പന്. കുറേശ്ശിട്ടാണ് കഴുകുന്നത്. അത് പിന്നെ ഈ വലിയ പാത്രം ഇരുന്നത് പിന്നെ ആദ്യം തന്നെ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. എന്നാ കപ്പയും ചിക്കൻ കറിയും വെക്കുകയല്ല, ആദ്യം ഞങ്ങൾക്ക് തിന്നാളെ നോക്കണ്ട ചെയ്തോണ്ടിരിക്കുക. ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടാ. കാരണം ഞാനത് കഴിക്കുകയല്ല. കപ്പ വേവിച്ച് ആവി കളഞ്ഞോണ്ടിരിക്കുകയാണ്. കൈ പോവുള്ളൂ. കപ്പ വെന്ത് നന്നായിട്ട് വെന്ത്. എന്താ കപ്പ? അമ്മേ നല്ല കപ്പയാണെന്ന് കേട്ടാ. രണ്ടുപേരും കൂടി കപ്പ കുഴച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൂടി മത്സരിച്ച് ഇടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കപ്പ? പരുവത്തിലെടുക്കണം. എന്തേ? ആ ആ ഇങ്ങനെ കുഴച്ച് പിന്നെ ഇതിൻ്റെ അകത്ത് തേങ്ങ ഇങ്ങനത്തെ തേങ്ങായും ആ പച്ചമുളകും ആ ചുമന്നുള്ളി എല്ലാം ചേർക്കും. ആണല്ലേ? ആ അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയാക്കിക്കോ. നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ കപ്പ? ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ചിക്കൻ കറി വെച്ചോണ്ടാ കാണിക്കാൻ. ഞാൻ കപ്പ കുഴക്കുന്ന കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറി അല്ലേ? അടിപൊളിയേ. തേങ്ങ ഇടാൻ പോവാം. അമ്മയും ഉണ്ട് കേട്ടാ ഈ കൂടെ. ചട്നി ഒറ്റക്കല്ല ചെയ്യുന്നത് അല്ലേ അമ്മ? കുഴച്ച് എന്താ ശനിയൊക്കെ കുഴക്കാൻ പാടാണ്. അതാണ് സഹായിച്ചു കൊടുക്കണം. ആ മഴ വന്നുണ്ട് എന്നും പറഞ്ഞ് ഓടല്ലേ ശരണ്യ? കപ്പ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കടുക് വറുത്ത് ഇടണം. അതാണോ സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്? കടുക് ഇടാൻ പോലെ ഇത്തരം കടുക്. ഇങ്ങനെ വേണം കമ്മ. ഇനി നമുക്ക് കടുക് വറുത്തത് ഇങ്ങോട്ട് വയ്ക്കാം. കപ്പക്കകത്തോട്ട് അപ്പോൾ അതെ ഞങ്ങളുടെ കപ്പയും ചിക്കനും റെഡിയായിരിക്കുകയാണ്. തന്നെ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അച്ഛൻ മാത്രമില്ല, അതെ ഞങ്ങൾ 3 പേരുണ്ട്. അമ്മയും അച്ഛൻ കഴിച്ചിട്ട് പോയി. ഞാൻ ഇച്ചിരി ചോറ് കൂടി കഴിക്കുന്നുണ്ട് ഇതിന്റെ അമ്മ കപ്പയും ചോറും കൂടിയാ കഴിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛൻ ഇച്ചിരി നേരത്തേട്ട് എവിടെയോ പോകണമായിരുന്നു. അപ്പം അത് കാരണം ചോറ് കഴിച്ചിട്ട് പോയി. ചിക്കനും കൂടി കഴിച്ച് കപ്പ ആകണവരെ നിന്നില്ല. സമയം പോയതുകൊണ്ടാണ്. ഇന്നാണ് ഇച്ചിരി വെയിലുള്ള കാരണം പുറത്തോട്ടൊക്കെ പോകാൻ പറ്റിയത്. വെയിൽ മാറി മഴയായി. മഴ എന്നാലും ഇപ്പൊ ഇന്ന് കുഴപ്പമില്ല. ഇടയ്ക്ക് മഴ പെയ്തായിരുന്നു. മഴ പെയ്ത് ഓടിപ്പോയി. അതെ അതെ അതെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാരും ഫുഡ് കഴിച്ചാ? ആ കണ്ടാ അമ്മ ചോദിച്ചാ കേട്ടാ.
അമ്മയെ ചോദിച്ചോളൂ ഇത്ര നന്നായി എല്ലാരും ഫുഡ് കഴിച്ചാന്ന് ചോദിച്ചു. ഞങ്ങൾ കഴിക്കുകയാണ്. അതെ. അപ്പൊ ശരണ്യടാ പറ ശരണ്യ. എന്റെ കപ്പ ഇത്ര എന്റെ കപ്പ അത്ര ഉള്ളൂ. അങ്ങനെയല്ല, ഞങ്ങളുടെ വീഡിയോ ഇത്ര ഉള്ളു. ആ. അപ്പം എല്ലാരും കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത അതെ വീഡിയോ. അതെ അതെ.